ഹലോ എവരിവൺ, എല്ലാവർക്കും വിസെൻസ്മെറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഷേപ്പർ മെഷീനെ പറ്റിയും അതുപോലെ തന്നെ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസത്തിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിന്റെ പർപ്പസ്, അതുപോലെ തന്നെ അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം കാണുക. അപ്പോൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം പോലെ തന്നെയാണ് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. രണ്ടിൻ്റെയും പർപ്പസ് സെയിം ആണ്, പക്ഷേ ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളൊന്ന് പരിചയപ്പെടാം. ഇതിൽ നമുക്കറിയാം ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് റാം ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കും വരുന്നത്. ഇത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് റൊട്ടേറ്റ് ചെയ്യും, ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യും. അതാണ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഈ റാമിനെ അല്ലെങ്കിൽ ഇവിടെ വരുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ മറ്റൊരു ക്രാങ്ക് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ ആണ് നമ്മൾ ക്രാങ്ക് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതൊരു സ്ലോട്ടഡ് ആയിരിക്കും, ഈ ഒരു പോർഷൻ സ്ലോട്ടഡ് ആയിരിക്കും. ഓക്കെ, ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം നമ്മൾ കണ്ടതാണ്. ദെൻ ഇവിടെ ഒരു ക്രാങ്ക് പ്ലേറ്റ് പിന്നുണ്ട്, ഈ കണക്റ്റിംഗ് റോഡും ഈ ക്രാങ്ക് പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ പോർഷൻ, ഈ ഒരു പോർഷൻ ആക്ച്വലി പിവട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ദെൻ നമുക്കിവിടെ ഒരു ക്രാങ്ക് പിന്നുണ്ട്. ഈ ക്രാങ്ക് പിന്ന് ഈ പറയുന്ന സ്ലോട്ടിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മെക്കാനിസം മൊത്തത്തിൽ ഒരു ബുൾ ഗിയറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ കാണുന്ന ക്രാങ്ക് പിന്ന് ഈ ബുൾ ഗിയറിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അല്ലെ. സോ ബുൾ ഗിയർ കറങ്ങുന്നതനുസരിച്ച് ക്രാങ്ക് പിന്ന് ഈ സ്ലോട്ടിൽ കൂടെ മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറയുന്നത് തന്നെ ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു അനിമേഷൻ കാണാം, അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇത് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിന്റെ വർക്കിംഗ് അനിമേഷൻ ആണ്. കാണുന്നത് റാം ആണ്, അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ ടൂള് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മളൊരു കണക്റ്റിംഗ് റോഡ് വഴി ഇവിടെയുള്ള ക്രാങ്ക് പ്ലേറ്റിലേക്ക് ക്രാങ്ക് പ്ലേറ്റ് പിൻ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ക്രാങ്ക് പ്ലേറ്റിന്റെ ഈ ഒരു പോർഷൻ പിവട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്നത് ബുൾ ഗിയർ ആണ്, ഇത് ബുൾ ഗിയർ ആണ്. ബുൾ ഗിയറിലേക്ക് ഈ പറയുന്ന ക്രാങ്ക് പ്ലേറ്റിനെ പിവട്ട് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മളൊരു സ്ലോട്ടഡ് ലിവർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ലോട്ടഡ് ലിവറിൽ ഒരു ക്രാങ്ക് പിൻ ഉണ്ട്. ഓക്കെ, ഈ ക്രാങ്ക് പിന്നെ നമ്മുടെ ബുൾ ഗിയറിലാണ് വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ക്രാങ്ക് പിൻ ഈ സ്ലോട്ടിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഷൻ കിട്ടുന്നത്. അതായത് ഞാൻ ഈ ക്രാങ്ക് പിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബുൾ ഗിയറിനെ പതുക്കെ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ ഈ ലിങ്കുകൾ വർക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു ടു ആൻഡ് ഫ്രോം മോഷൻ കിട്ടും റാമിൽ. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ ഈ പറയുന്ന ബുൾ ഗിയറിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ബുൾ ഗിയറിനെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്ന അനുസരിച്ചിട്ട് ഈ ലിങ്കുകൾ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്കിവിടെ റാമിന്റെ ഭാഗത്ത് ടു ആൻഡ് ഫ്രോം മോഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഫോർവേഡ് സ്ട്രോക്കിൽ നമ്മൾ എത്രത്തോളം ആംഗിൾ ഇവിടെ പോകുന്നുണ്ട് അതിനേക്കാളും കുറവ് ആംഗിളിലായിരിക്കും റിട്ടേൺ സ്ട്രോക്കിൽ വരിക. അതായത് ഇതിപ്പോൾ ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം റിട്ടേൺ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടെ വരെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഈ ക്രാങ്ക് പിൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യും. ഫോർവേഡ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ നിന്ന് ഇത്രയും ഭാഗം റൊട്ടേറ്റ് ചെയ്ത് വരണം. അപ്പൊ ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആവാൻ കൂടുതൽ ടൈം എടുക്കുന്നു, പക്ഷെ റിട്ടേൺ സ്ട്രോക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഈ ഒരു അനിമേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫോർവേഡ് സ്ട്രോക്കിനേക്കാളും കുറച്ച് ആംഗിളിലാണ് റിട്ടേൺ സ്ട്രോക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും റിട്ടേൺ സ്ട്രോക്ക് നടക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ ക്വിക്ക് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. അത് പ്യൂർലി ഒരു ജോമെട്രിയുടെ ബേസിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മെക്കാനിസത്തിനെ കുറച്ചും കൂടി ഡെപ്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
ഇത് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിന്റെ ഒരു ലൈൻ ഡയഗ്രാം ആണ്. ഇത് നമ്മുടെ റാം ആണ്. എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് റാം ആണ്. അതുപോലെ തന്നെ ടൂൾ കണക്ട് ചെയ്യുന്ന പോർഷൻ, അതിന് നമ്മളൊരു കണക്റ്റിംഗ് റോഡ് വഴി അല്ലെങ്കിൽ ഒരു ലിങ്ക് വഴി നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ സ്ലൈഡർ ആണ്. ഓക്കെ, അത് നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ലിങ്ക് വഴിയാണ് ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തായിരിക്കും, ഇത് 360 ഡിഗ്രി റൊട്ടേറ്റും ചെയ്യും. ഓക്കെ, അതുപോലെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫിക്സഡ് ലിങ്ക് ആണ്. ബി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അപ്പോൾ ഈ സ്ലൈഡർ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അത് ഏത് ലിങ്ക് വഴിയാണ്? 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ഈ ലിങ്ക് വഴി. അതിന്റെ പാത്താണ് ഈ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഗോൾഡൻ കളറിൽ കാണിച്ചിരിക്കുന്ന പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡറിന്റെ പാത്താണ്. അതായത് സ്ലൈഡർ ഈ കാണുന്ന സർക്കിൾ വഴി റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അത് മൂവ് ചെയ്യുമ്പോൾ ഏതിനാണ്? നമ്മുടെ ഈ കാണുന്ന ലിങ്ക് വഴി തന്നെയായിരിക്കും മൂവും ചെയ്യുന്നത്. അതുപോലെ തന്നെ റെഡ് ഡോട്ടഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പാത്താണ്. ഡി എന്ന് പറഞ്ഞ പോയിന്റും ഇതുപോലെ തന്നെ ഈ സർക്കിളിന്റെ ആ പാത്ത് ട്രേസ് ചെയ്യും. ആ രീതിയിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അനിമേഷനിൽ കണ്ടിരുന്നു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ പൊസിഷൻ, നമ്മുടെ ഇ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് E1 ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഇനിഷ്യലി ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഇരിക്കുകയാണ്, E1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ എന്ത് സംഭവിക്കും? ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിട്ട് വരും? ഓക്കെ, ഡി എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് ഇതാണ് ഇ എന്ന് പറഞ്ഞ പോയിന്റ്, ഇതെവിടെ എത്തി? E1-ലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? D1-ലായിരിക്കും. ഓക്കെ, D1-ലായിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ്ങിലി നമ്മുടെ സ്ലൈഡറിന്റെ പോയിന്റ് ആയിട്ടുള്ള സി എന്ന് പറഞ്ഞ പോയിന്റ് അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ എവിടെയായിരിക്കും? C1-ലായിരിക്കും. അതായത് ഈ കാണുന്ന പോയിന്റ് ആയിരിക്കും സി എന്ന് പറഞ്ഞ നമ്മുടെ പോയിന്റിന്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കിൽ സംഭവിക്കുന്ന എന്താണ്? E1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ എത്തും? ഇവിടെയായിട്ട് വരും. അതായത് E2-ലേക്ക് അത് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കറസ്പോണ്ടിങ് പോയിന്റ്സിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, E1 എന്ന് പറഞ്ഞ പോയിന്റ്, ഇ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയുണ്ട്? ഇനിഷ്യൽ പൊസിഷൻ ആയിട്ടുള്ള E1-ൽ ഇരിക്കുന്നു. അത് ഫോർവേഡ് സ്ട്രോക്കിൽ E2-ലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, E2-ലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് സി എവിടെയാണ്? C1-ലാണ്. C1 എന്ന് പറഞ്ഞ പോയിന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ ഈ ഗോൾഡൻ കളറിൽ ഡോട്ടഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സർക്കിൾ വഴി റൊട്ടേറ്റ് ചെയ്ത് എവിടെ എത്തും? C2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തും. കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മുടെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വരും? അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ D1-ലാണ്. D1-ൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് D2-ലേക്ക് എത്തും. ഓക്കെ, D1-ൽ നിന്ന് D2-ലേക്ക് എത്തും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, E1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് E2-ലേക്ക് എത്താനായിട്ട് ഇത്രയും ആംഗിൾ ട്രേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇത്രയും റൊട്ടേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആംഗിളിനെയാണ് നമ്മളിവിടെ ആൽഫ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഈ ഒരു പോയിന്റിൽ നിന്നും ഇത്രയും ആംഗിൾ ട്രേസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത്രയും ആംഗിൾ മൂവ് ചെയ്യുമ്പോഴാണ് ഫോർവേഡ് സ്ട്രോക്ക് അവിടെ നടക്കുന്നത്. ഇനി റിട്ടേൺ സ്ട്രോക്ക്, അതായത് തിരിച്ച് എവിടെ എത്തണം? C2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് C1-ലേക്ക് എത്തണം. ഓക്കെ, C2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് C1-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തോരം മൂവ് ചെയ്താൽ മതി? കുറച്ച് മതി അല്ലേ? ഇത്രയും ആംഗിൾ പോയാൽ മതി. അതായത് E2-ൽ നിന്നും തിരിച്ച് E1-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ മൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത്ര ആംഗിൾ ട്രേസ് ചെയ്താൽ മതി. സോ അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കിന്റെ ആംഗിളിനേക്കാളും കുറവാണ് റിട്ടേൺ സ്ട്രോക്കിന്റെ ആംഗിൾ. അതുകൊണ്ടാണ് ഇവിടെ ക്വിക്ക് റിട്ടേൺ റേഷ്യോ, ക്വിക്ക് റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. നമ്മൾ അനിമേഷനിൽ കണ്ടിരുന്നു ഫോർവേഡ് സ്ട്രോക്കിനേക്കാളും കുറച്ച് ആംഗിൾ ആണ് റിട്ടേൺ സ്ട്രോക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ആയിട്ട്, ഫോർവേഡ് സ്ട്രോക്കിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് റിട്ടേൺ സ്ട്രോക്ക് നടക്കുന്നു. അത് ഈ ഒരു ജോമെട്രിയുടെ പ്രത്യേകതയാണ്, വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഈ ജോമെട്രിയുടെ പ്രത്യേകത മൂലമാണ് നമുക്ക് ഫോർവേഡ് സ്ട്രോക്കിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് റിട്ടേൺ സ്ട്രോക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറയാം. ഇപ്പൊ നമുക്ക് E1 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇനിഷ്യൽ പൊസിഷൻ ആണ്. ഇവിടെ നിന്ന് ഇത് ഫോർവേഡ് സ്ട്രോക്ക് മൂവ് ചെയ്ത് E2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ബാക്കിയുള്ള പോയിന്റുകളൂടെ നമ്മൾ നോക്കണം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് D1 ആണ്. D1-ൽ നിന്നും അത് ഫോർവേഡ് സ്ട്രോക്കിലാകുമ്പോഴത്തേക്കും D2-ലേക്ക് എത്തും, അതായത് ഈ പോയിന്റിലേക്ക് എത്തും. ഓക്കെ, അതായത് ഈ പോയിന്റ് ആണ് എവിടെ ഇരിക്കുന്നത്? D1-ൽ ഇരിക്കുന്നത്. ഫോർവേഡ് സ്ട്രോക്ക് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? D1 D2-ൽ എത്തുന്നു. ഓക്കെ, D1 D2-ൽ എത്തുന്നു. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇനിഷ്യൽ പൊസിഷൻ C1 ആണ്.
അത് C2ലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുന്നത്. C2ൽ എത്തണമെങ്കിൽ അവിടെ വരെ വരണം, ഇവിടെ വരെ വരണം. അതായത് ആൽഫ എന്ന് പറയുന്ന ആംഗിള് മൂവ് ചെയ്താലാണ് C1ൽ നിന്നും C2ൽ എത്താൻ നമ്മുടെ ഈ സ്ലൈഡറിന് പറ്റുള്ളൂ, അല്ലെങ്കിൽ C എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിന് പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതോടെ ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റിട്ടേൺ സ്ട്രോക്ക് ഉണ്ട്. അതായത് E1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് എത്തണം? വീണ്ടും E2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തണം. E2 എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എന്തോരം മൂവ് ചെയ്താൽ മതി? C2ൽ നിന്നും C1ലേക്ക് മൂവ് ചെയ്താൽ മതി. നമ്മുടെ സ്ലൈഡർ C2ൽ നിന്നും C1ലേക്ക് മൂവ് ചെയ്താൽ മതി. അത് കുറവാണ് ആക്ച്വലി, അല്ലെ? ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആക്ച്വലി ട്രേസ് ചെയ്താൽ മതി. ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ മൂവ് ചെയ്താൽ മതി. ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ബീറ്റ എന്ന് പറയുന്ന ആംഗിളിനേക്കാളും കൂടുതലാണ്. അതായത് ഫോർവേഡ് സ്ട്രോക്കിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് കൂടുതലാണ്, റിട്ടേൺ സ്ട്രോക്കിൽ ആംഗിൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ തന്നെ റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ആവും. അതായത് ഇവിടെ ക്വിക്കായിട്ട് തന്നെ റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ആവും. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ ക്വിക്ക് റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഫോർവേഡ് സ്ട്രോക്ക് ഓഫ് ദ ക്രാങ്ക് C1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും C2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ട്രേസ് ചെയ്തുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുന്നത് എന്താണ്? റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. കുറച്ച് ആംഗിൾ മൂവ് ചെയ്താൽ മതി, ബീറ്റ. ഓക്കെ, സോ അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ആൽഫേനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെ നമുക്ക് അവിടെ ക്വിക്ക് റിട്ടേൺ കിട്ടുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസത്തിൽ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ ക്വിക്ക് റിട്ടേൺ റേഷ്യോ അല്ലെങ്കിൽ ടൈം റേഷ്യോ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞിരുന്നു, ഫോർവേഡ് സ്ട്രോക്കിന്റെ ആംഗിൾ ഡിവൈഡ് ബൈ റിട്ടേൺ സ്ട്രോക്കിന്റെ ആംഗിൾ ആണ് ക്വിക്ക് റിട്ടേൺ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർവേഡ് സ്ട്രോക്കിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്, റിട്ടേൺ സ്ട്രോക്കിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ അപ്പോൾ ക്വിക്ക് റിട്ടേൺ റേഷ്യോ എന്ത് കിട്ടും? ആൽഫ ബൈ ബീറ്റ നമുക്ക് കിട്ടും. ഇനി ഇൻ കേസ് നമുക്ക് ചില പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാൻ സാധ്യത ഇതുപോലെ തന്നെ നമ്മുടെ ഈ ലിങ്ക് ഒക്കെ തന്നിട്ട് ഈ ഫ്രെയിമിന്റെ ലെങ്ത് തരും, അതുപോലെ തന്നെ ക്രാങ്കിന്റെ ലെങ്ത് തരും, ഈ ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റിട്ടേൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് ബീറ്റ ബൈ 2. അതായത് കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇതാണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ്. ഇത് മൊത്തത്തിലാണ് ബീറ്റ. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ ബൈ 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് ബീറ്റ ബൈ 2 എന്തായിരിക്കും? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അതായത് ഫ്രെയിമിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ക്രാങ്കിന്റെ ലെങ്ത്. അതാണ് കോസ് ബീറ്റ ബൈ 2. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രെയിമിന്റെ ലെങ്ത്, ക്രാങ്കിന്റെ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ടൈം റേഷ്യോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ ബൈ ബീറ്റ ആണ്. ബീറ്റയുടെ ടേംസിലോ ആൽഫയുടെ ടേംസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. 360 ഡിഗ്രി മൈനസ് ബീറ്റ ആയിരിക്കും ആൽഫ എന്ന് പറയുന്നത്. സോ ടൈം റേഷ്യോ എന്ന് പറയുന്നത് 360 ഡിഗ്രി മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ ബീറ്റ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. സ്ട്രോക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇൻറ്റു എക്സ്റ്റെൻഡഡ് ലെങ്ത് ഓഫ് സ്ലോട്ടഡ് ലിവർ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.